37-ാം ദശകത്തിലെ 8-ാമത്തെ ശ്ലോകം. ഗൃഹാനശ്ചിഗുരേഷു താം ഖലമതി ശൗരേശ്ചിരം സാന്ത്വനേർ നോ മുഞ്ചൻ പുനരാത്മജാർപ്പണ ഗിരാ പ്രീതോദയാദോ ഗൃഹാൻ ആദ്യം ത്വൽസഹജം തദാർപ്പിതമപി സ്നേഹേന നാഹന്നസൗ ദുഷ്ടാനാമപി ദേവ പുഷ്ടകരുണാ ദൃഷ്ടാഹി ധീരേ കഥാ. ദേഷ്യം നിന്നിട്ടില്ല കംസന്. ദേവികയുടെ തലമുട്ടിക്ക് പിടിച്ച് കഴുത്തു വെട്ടാൻ വാളോങ്ങിയ കംസനെ ഭർത്താവായ വസുദേവൻ തടഞ്ഞു. പലതരത്തിലുള്ള സാന്ത്വന വാക്കുകളും പറഞ്ഞ് നോക്കിയെങ്കിലും കംസൻ ശാന്തനായില്ല. അവസാനം വസുദേവര് പറഞ്ഞു, ദേവകി പ്രസവിക്കുന്ന എല്ലാ കുട്ടികളെയും കംസന്റെ മുമ്പിൽ സമർപ്പിക്കാം. അങ്ങനെ വാക്കുകൊടുത്തു. അപ്പോൾ കംസനൊന്ന് തണുത്തു. സന്തോഷിച്ചവനായി വീട്ടിലേക്ക് തിരിച്ചുപോയി. ദേവകിക്ക് അങ്ങനെ ആദ്യത്തെ പ്രസവം ആയി, ആദ്യത്തെ കുട്ടി ജനിച്ചു. പറഞ്ഞ പ്രകാരം കുഞ്ഞിനെ വസുദേവൻ കംസന്റെ അടുത്ത് കൊണ്ടുവന്ന് കംസന് സമർപ്പിച്ചു. സഹോദരിയോടുള്ള സ്നേഹം കൊണ്ടും ഈ കുഞ്ഞ് തൻ്റെ ശത്രുവല്ല എന്ന വിചാരം കൊണ്ടും കംസൻ ശിശുവിനെ വധിച്ചില്ല. അതായത് ഇപ്പോൾ 8-ാമത്തെ കുട്ടിയാണല്ലോ തന്നെ കൊല്ലുന്നത്. അപ്പോൾ 1-ാമത്തെ കുട്ടി തനിക്ക് ഒരു ശത്രുവല്ല എന്ന് കരുതി അദ്ദേഹം ആ 1-ാമത്തെ ആദ്യമായിട്ട് ഉണ്ടായ കുട്ടിയെ കൊന്നില്ല. ഒരു കരുണ ഉണ്ടായി. അപ്പോൾ ദുഷ്ടന്മാർക്കും ചെറിയൊരു കരുണയൊക്കെ ഉണ്ടാവും എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും, അല്ലേ? ഗൃഹാനശ്ചിഗുരേഷു താം കലമതി ശൗരേശ്ചിരം സാന്ത്വനേർ നോ മുഞ്ചൻ പുനരാത്മജാർപ്പണ ഗിരാ പ്രീതോധ യാദോ ഗൃഹാൻ ആദ്യം ത്വത്സഹജം തദാർപ്പിതമപി സ്നേഹേന നാഹന്നസൗ ദുഷ്ടാനാമപി ദേവപുഷ്ടകരുണാ ദൃഷ്ടാഹി ധീരേ ഗതാ.